നമ്മൾ ഇന്ന് ഉഗ്രൻ ഒരു ചെമ്മീൻ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. പ്രോൺ സ്റ്റിക്ക് ഫ്രൈ എന്നാണ് ഈ ഡിഷിന്റെ പേര്. ഞാനിവിടെ സ്റ്റിക്കിന് പകരം ഈർക്കിലാണ് എടുത്തിരിക്കുന്നത്, അതും പച്ച ഈർക്കിള്. ഉണങ്ങിയ ഈർക്കിൾ എടുത്താൽ ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. സോ സ്റ്റിക്കില്ലാത്തവര് പച്ച ഈർക്കിള് തന്നെ എടുക്കാൻ ശ്രമിക്കുക. നമുക്ക് ഈ ഡിഷ് ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് ചെമ്മീനാണ്. ഒരു മീഡിയം സൈസിലുള്ള ചെമ്മീനാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ കഴുകി വെച്ച ഈ ചെമ്മീന്റെ ഉള്ളിലൂടെ ഈർക്കിലൊന്ന് കുത്തിയെടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ എല്ലാ ചെമ്മീനിലും ഈർക്കിൽ കുത്തി എടുത്തിട്ടുണ്ട്. അതൊന്ന് മാറ്റി വെച്ചിട്ട് ഇനി ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മസാലയാണ് തയ്യാറാക്കേണ്ടത്. അതിനായിട്ട് വെളുത്തുള്ളി, ഇഞ്ചി രണ്ടും കൂടെ നമുക്ക് അരച്ചെടുക്കാം. എന്നിട്ട് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കുറച്ച് കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് മൈദ, ക്രിസ്പിനെസ്സിന് വേണ്ടി കുറച്ച് കോൺഫ്ലവർ, പാകത്തിന് ഉപ്പ്, പിന്നെ പാതി ചെറുനാരങ്ങയുടെ നീരും കുറച്ച് വെള്ളവും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ മസാല ഉണ്ടാക്കുന്ന സമയത്ത് ഓവർ ലൂസ് ആവാനും പാടില്ല, ഓവർ ടൈറ്റ് ആവാനും പാടില്ല. ഒരു മീഡിയം ലെവലിൽ വേണം നമ്മൾ ഈ മസാല ഉണ്ടാക്കിയെടുക്കാൻ. ഇനി നമ്മൾ ഈർക്കിലിൽ കുത്തിവെച്ച ചെമ്മീനെ മസാല പുരട്ടിയെടുക്കാം. എല്ലാ ചെമ്മീനും മസാല നന്നായി തേച്ച് പിടിപ്പിച്ച ശേഷം കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിപ്പോൾ ഒരു അരമണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. അതിൽ കൂടുതൽ സമയവും നമുക്ക് വെക്കാവുന്നതാണ്. അങ്ങനെ ഇപ്പോൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച നമ്മുടെ പ്രോൺസ് ഇനി ഫ്രൈ ചെയ്യാണ് വേണ്ടത്. ഫ്രൈ ചെയ്യാനായിട്ട് നമുക്കൊരു പാൻ സ്റ്റൗവിലേക്ക് വെക്കാം. നമ്മൾ ഓയിലാണ് ഈ ചെമ്മീന് ഫ്രൈ ചെയ്യുന്നത്. സോ നമ്മൾ പാൻ ഒന്ന് ചൂടായ ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായ ശേഷം ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തു വെച്ച ചെമ്മീൻ ഓരോന്നായിട്ട് നമുക്ക് ഓയിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് സ്റ്റൗ സിമ്മിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാൻ, അല്ലെങ്കിൽ ഉള്ളു വേകാതെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. സിമ്മിലോ മീഡിയം ഫ്ലെയിമിലോ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട്, നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില കൂടെ നമ്മൾ ചെമ്മീൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ രണ്ട് സൈഡ് നല്ലതുപോലെ വെന്ത ശേഷം നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. അങ്ങനെ ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള പ്രോൺ സ്റ്റിക്ക് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നോർമലി നമ്മൾ ഉണ്ടാക്കുന്ന പ്രോൺ ഫ്രൈയിൽ നിന്ന് ഇങ്ങനെ വ്യത്യസ്തമായിട്ട് വീട്ടുകാർക്കും പ്രത്യേകിച്ച് കുട്ടികൾക്കും ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കുക്കിംഗ് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കൂ. അങ്ങനെ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഡിഷുകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.